നവീകരിച്ച കൊട്ടാരക്കര കുളക്കട ഇളമംഗലം തൂക്കുപാലം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കല്ലടയാറിന് കുറുകെ നമ്പിമൺകടവിൽ 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലം നവീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തി 89 ലക്ഷം രൂപ ചെലവഴിച്ച 2013 പാലം നിർമ്മിച്ചത്. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ പാലത്തിന്റെ ഭാഗങ്ങൾ തുരുമ്പെടുക്കാനും നടപ്പാത ഇളകി വീഴാനും തുടങ്ങി. പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2018 ഇതിലൂടെയുള്ള യാത്ര കളക്ടർ നിരോധിച്ചിരുന്നു. 2018 പ്രളയത്തിൽ വലിയ തടികളും മാലിന്യങ്ങളും വന്നിടിച്ച് പാലം തകർന്നു. സ്ഥലം MLA കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വികസന ഫണ്ടിൽ നിന്നും 54.28 ലക്ഷം രൂപ മുടക്കിയാണ് കെല്ലിന്റെ മാർഗനിർദ്ദേശത്തോടെ 6 മാസം കൊണ്ട് പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. ഇന്റർലോക്ക് ടൈൽ പാകുകയും ഇരുമ്പ് പൈപ്പിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 24 ആണ് പാലത്തിന്റെ ശോചനീയാവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിലെത്തിച്ചത്. 24 കൊല്ലം.